ശ്രീ ആർ വി ബാബു, അങ്ങനെയാണോ? ഇത് ഒരു വളരെ ചെറിയ ഒരു കൂട്ടം ആൾക്കാരുടെ മനോഭാവത്തിന്റെ പുറത്തുണ്ടായ ഒരു പ്രവൃത്തി മാത്രമാണ്. ഇതിനെ പാർട്ടിയെ പഴി പറയേണ്ടതില്ല എന്നാണ്. ശ്രീ സുരേഷ് ബാബു ചർച്ചകളിൽ വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹവുമായിട്ട് ഞാൻ നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കുറവ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിനായിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ആ മനോഭാവം അതിപ്പോഴും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നടപടികളോട് പൂർണ്ണമായും യോജിക്കാത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയുന്ന ആർക്കും പാർട്ടിയുടെ ഈ നിലപാടുകളെ സംബന്ധിച്ച് സംശയമില്ലാത്ത കാര്യമാണ്. രാഷ്ട്രീയ അടവ് നയത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ആ പാർട്ടി അണികളോട് വിശ്വാസം വെച്ചു പുലർത്തുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു അടവ് നയത്തിന്റെ ഭാഗമാണ്. ജനാധിപത്യത്തെ ഒരു അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി അംഗീകരിക്കുന്നത്. പാർലമെന്ററി ജനാധിപത്യത്തെ. പാർലമെന്ററി ജനാധിപത്യം 1950 വരെ പാർട്ടി അംഗീകരിച്ചിരുന്നില്ലല്ലോ. അതാണല്ലോ കൽക്കട്ട തീസിസിന്റെ കാരണം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതാത് കാലത്തെ രാഷ്ട്രീയ അടവ് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ഹിന്ദു ഉണർവ് ഉണ്ടായിട്ടുണ്ട്. ആ ഹിന്ദു ഉണർവ് രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമുണ്ടായിട്ടുള്ള കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനുണ്ടായിട്ടുള്ള മുറിവുകൾ അത് വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിലകൊണ്ടിരുന്ന ഒരുപാട് ഹിന്ദുക്കൾ അവർ പാർട്ടിയെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പാർട്ടിക്ക് അറിയാം. അപ്പൊ കുറെ കാലമായിട്ട് പാർട്ടി മുൻപ് പാലക്കാട് പ്ലീനം നടന്നത് ശ്രീ സുരേഷ് ബാബു കോൺഗ്രസിലായിരുന്ന സമയത്താണ്. അന്ന് പാർട്ടി എടുത്ത തീരുമാനം ഗണപതി ഹോമം നടത്താൻ പാടില്ല, കറുപ്പെടുത്ത് പോകാൻ പാടില്ല, ശബരിമലയിൽ പോകാൻ പാടില്ല, ഇങ്ങനെ ഒട്ടനവധി തിട്ടൂരങ്ങൾ ഇറക്കിയിരുന്നു. ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ പാടില്ല. ഇതെല്ലാം പാർട്ടി പ്ലീനത്തിന്റെ തീരുമാനമായിരുന്നു പാലക്കാട്. നമ്മളതൊക്കെ പത്രങ്ങളിൽ വായിച്ചതല്ലേ. അപ്പൊ പാർട്ടിയുടെ അത്തരം തീരുമാനങ്ങൾ വിലപ്പോകാതെ സഖാക്കന്മാര് പാർട്ടി തീരുമാനത്തിന് അപ്പുറത്തേക്ക് പോകുന്നു. ഇതൊന്നും സർവ്വസാധാരണ ഹിന്ദുക്കൾ അവര് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരാണെങ്കിലും ഹിന്ദുക്കളെ അത് പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ അവര് കളം മാറ്റി ചവിട്ടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ആത്യന്തികമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന് ഈശ്വര വിശ്വാസിയാകാൻ സാധ്യമല്ല. നമുക്കതറിയാം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് നിരീശ്വരവാദപരമാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ് അതിന്റെ ആത്മാവ്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് അതിന്റെ ആത്മാവ്. അപ്പൊ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിരീശ്വരവാദിയാവാനേ പറ്റൂ. അപ്പോ അടവ് നയത്തിന്റെ ഭാഗമായി നിലപാടെടുക്കുമ്പോഴും ആത്യന്തികമായി തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായിട്ടാണ് ഈ പ്രവർത്തനം എന്ന് തിരിച്ചറിയുന്ന പാർട്ടി നേതൃത്വം സ്വഭാവേന ഇതിനെതിരായിട്ടുള്ള നിലപാടുകളാണ് എടുക്കാൻ അവരുടെ ചോദന ഉണ്ടാവുക. അതുകൊണ്ട് വളരെ ആസൂത്രിതമായി പുറമേക്ക് തങ്ങൾ ക്ഷേത്രവിശ്വാസികളാണ്, ക്ഷേത്രത്തിൽ കടന്നുകൂടുന്നത് ക്ഷേത്രങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുമെങ്കിലും അകമേ ഇതിനെ തകർക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുക. ഇത് ആദ്യത്തെ സംഭവമല്ല. ശ്രീമാൻ ജയരാജന്റെ അടക്കമുള്ള ചിത്രങ്ങൾ വഹിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയില് നിരവധി ക്ഷേത്രങ്ങളിൽ പോസ്റ്ററുകൾ ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത് ശ്രീ സുരേഷ് ബാബുവിന് ഓർമ്മയുണ്ടോ? എത്രയോ പാർട്ടി ഗ്രാമങ്ങളിൽ, ആ ഗ്രാമങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ പാർട്ടി പതാക ഉയർത്തി. കൊല്ലം ജില്ലയിൽ തന്നെ ഒരു ക്ഷേത്രത്തിൽ പാർട്ടി പതാക ഉയർത്തി, ക്ഷേത്രത്തിനകത്ത ഉത്സവവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതൊക്കെ എത്രയോ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കാനുള്ള വേദിയായിട്ട് ഇതിലൂടെ ക്ഷേത്രത്തിന്റെ ചൈതന്യം നശിപ്പിക്കാം എന്നല്ല അവർ വിചാരിക്കുന്നത്. പാർട്ടിയുടെ കേന്ദ്രങ്ങളായി സമഗ്രാധിപത്യത്തിലേക്ക് സർവ്വതും കൊണ്ടുവരിക, ജനങ്ങൾ ഒത്തുകൂടുന്ന, ഹിന്ദുക്കൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളൊക്കെ പാർട്ടിയുടെ പിടിയിലേക്ക് കൊണ്ടുവരിക, ഹിന്ദുക്കളെ
ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളെ അഹൈന്ദവൽക്കരിക്കുക, അവരിലെ ഹിന്ദുത്വ ബോധം ഇല്ലാതാക്കുക, അവരിലെ ക്ഷേത്രവിശ്വാസം തകർക്കുക, അതിന് ആസൂത്രിതമായ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അതാണ് കടയ്ക്കൽ നടന്നത്. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു. ഇവിടെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞു അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇപ്പൊ പാർട്ടിക്കില്ലെന്ന്. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ നമ്മുടെ സ്പീക്കറുടെ പ്രസ്താവനയോട് പ്രതികരിച്ച ശ്രീ ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറിയും അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. ഗണപതി മിത്ത അല്ലേ എന്ന് ചോദിച്ചു. പത്രക്കാർ ചോദിച്ചു അള്ളാഹു മിത്താണോ എന്ന്. അതെങ്ങനെ അള്ളാഹു മിത്താവുക? ഇവിടെ ശ്രീ സുരേഷ് ബാബു ആ ചോദ്യത്തിൽ നിന്ന് ഒഴിവായല്ലോ. മറ്റ് ഇതര ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ എനിക്കതിന് മറുപടി പറയാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു സുരേഷ് ബാബു. എം.വി. ഗോവിന്ദൻ അത് പച്ചയ്ക്ക് പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് അള്ളാഹു മിത്താണ് എന്ന് പറയാൻ പറ്റുക? അപ്പൊ ഗണപതി മിത്താണോ? ഗണപതി മിത്തല്ലാതെ പിന്നെന്താ? സത്യ ഇത് നമ്മൾ ഇത് ഇനി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് ഇപ്പോഴും കിടക്കുകയല്ലേ. ഇത് സമീപനമാണ്, പാർട്ടി നേതൃത്വത്തിന്റെ സമീപനമാണ്, പാർട്ടി സമീപനമാണ്. അതായത് ഹിന്ദു വിശ്വാസങ്ങളെയും ഹൈന്ദവ ആരാധനകളെയും ഒക്കെ തകർക്കുക, ഇല്ലാതാക്കുക. ഇപ്പൊ ഏറ്റവും ഒടുവില് ശിവഗിരി മഠത്തിന്റെ സമ്മേളനത്തിൽ പോയിട്ട് ശ്രീ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? സനാതന ധർമ്മവും എന്ന് പറഞ്ഞാൽ അത് ജാതി അധിഷ്ഠിതമാണ്, ജാതിവാദമാണ്. ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളല്ലാതെ അദ്ദേഹവുമായിട്ട് അതിനെ കൂട്ടിക്കെട്ടേണ്ടതാണ്. അപ്പൊ സനാതന ധർമ്മത്തെ ജാതിവാദമായിട്ട് ആക്ഷേപിക്കുകയാണ്. ജാതിയുടെ പേരിലാണ് സനാതനധർമ്മം നിലനിൽക്കുന്നത് എന്നും ജാതിയാണ് സനാതനധർമ്മം എന്നും പറഞ്ഞ് സനാതനധർമ്മത്തെ അപഹസിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ലേ? ഞാൻ സുരേഷ് ബാബുവിനോട് ചോദിക്കട്ടെ, സുരേഷ് ബാബു, ഈ മാനദണ്ഡം വെച്ച് ഇസ്ലാമിനെ അളക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ മാനദണ്ഡം വെച്ച് ക്രിസ്ത്യാനിറ്റി അളക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഞാൻ സുരേഷ് ബാബുവിനെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. എന്തൊക്കെയാണ് ഇസ്ലാം മതത്തിലെ ഈ തരത്തിലുള്ള അപരമത വിദ്വേഷത്തിന്റെ ഘടകങ്ങൾ എന്ന് എണ്ണി ഞാൻ പറയാം. അതിന് ഖുർആൻ നൽകുന്ന സാധൂകരണം എന്തൊക്കെയാണ് എന്ന് എണ്ണി ഞാൻ പറയാം. അതിന് തയ്യാറുണ്ടോ സുരേഷ്? അത് വെച്ച് ഇസ്ലാം ഒരു തെറ്റായ മതമാണ് എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാവുമോ? എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് സനാതന ധർമ്മത്തെ കുറ്റപ്പെടുത്തുന്നത്? ജാതി പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഇസ്ലാമിനെ അതിനേക്കാൾ ലോകത്ത് സമാധാനം കെടുത്തുന്ന നിരവധി സന്ദർഭങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഖുറാനിലില്ലേ? എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്? അപ്പോ ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്നൊന്നും പറയുന്നില്ല. അത് പറയുന്നത് മര്യാദയാണെന്നും എനിക്ക് അഭിപ്രായമില്ല. ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഇസ്ലാമിനോട് കാണിക്കുന്ന മര്യാദ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളോട് കാണിക്കാത്തത്, ഹൈന്ദവ ധർമ്മത്തോട് കാണിക്കാത്തത്, സനാതന ധർമ്മത്തോട് കാണിക്കാത്തത്? ഇസ്ലാം കുഴപ്പമാണെന്ന് പറയണം എന്ന് ഒരു മുഖ്യമന്ത്രി പറയണമെന്ന അഭിപ്രായം എനിക്കില്ല. ഞാനത് ആവർത്തിച്ച് പറയുന്നു. ഞാനിത് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? ഇത് ചിന്തിക്കണം സുരേഷ് ബാബു. താങ്കളുടെ ഒരു പഴയ കോൺഗ്രസ്സുകാരനും കൂടിയല്ലേ. ഇത് ചിന്തിക്കണം. ഇത് എന്തുകൊണ്ടാണ് എന്ന് പാർട്ടി ഉത്തരം പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ട് മാറുന്നത്? എല്ലാ കാലത്തും ആക്രമിക്കപ്പെടുന്നത് ഹൈന്ദവ സമൂഹമായിട്ട് മാറുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദേവീദേവന്മാരുടെ ചിത്രം നഗ്നമായി വരച്ചു. ആ നഗ്നമായി വരച്ച ചിത്രകാരനെ രവിവർമ്മ പുരസ്കാരം കൊടുത്ത് ബഹുമതിക്ക് അർഹയാക്കിയത് നമ്മുടെ എം.എ. ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും, സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ്. എം.എഫ്. ഹുസൈന് അവാർഡ് കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുകയാണ് ചെയ്തത്. എന്തിന്റെ പേരിലാണ്? കേരളത്തിൽ അന്ന് എം.എഫ്. ഹുസൈനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോൾ ഹുസൈനെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ അവാർഡ് കൊടുക്കാൻ തയ്യാറായി. എന്താ കാരണം? ഹിന്ദുക്കൾക്ക് അവര് ആരാധിക്കുന്ന, അവര് ദൈവമായി കാണുന്ന സരസ്വതി ദേവിയുടെ നഗ്നചിത്രം, ഭാരതമാതാവിന്റെ നഗ്നചിത്രം, ഹനുമാന്റെ നഗ്നചിത്രം, ഇങ്ങനെ നിരവധി തരത്തിൽ ഹിന്ദുക്കളെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ചിത്രങ്ങൾ വരച്ചവർക്ക് നിങ്ങൾ അവാർഡ് കൊടുത്ത് സ്വീകരിക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് സുരേഷ് ബാബു ന്യായീകരിക്കുക? എങ്ങനെയാണ് പാർട്ടിയുടെ നയം ഹിന്ദു വിരുദ്ധമല്ല എന്ന് പറയുക? ഈ സനാതന ധർമ്മത്തിനെതിരല്ലെന്ന് പറയുക? അതുകൊണ്ട് ഞങ്ങളുടെ ഈ നിലപാടുകൾ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടായിട്ടല്ല കാണേണ്ടത്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തെറ്റായ നിലപാടുകളെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് എന്ന് ആരോപിക്കുന്നത് ചർച്ചയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാവുന്ന ഒരു പോയിന്റ് മാത്രമാണ്. വസ്തുതയാവില്ല സുരേഷ് ബാബു. അത് വസ്തുതയാവണമെങ്കിൽ നമുക്ക് വസ്തുത വെച്ച് തന്നെ സംസാരിക്കണം. ഫാക്റ്റിനെ ഫാക്റ്റ് കൊണ്ടേ നേരിടാൻ പറ്റൂ. സത്യത്തെ കള്ളം കൊണ്ട് നേരിടാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചുകൂടി
ബൗദ്ധികമായ സത്യസന്ധത ഈ വിഷയത്തിൽ സുരേഷ് ബാബുവിനെ പോലെ മുതിർന്ന നേതാക്കന്മാര് പുലർത്തണം. ശക്തമായി പാർട്ടിയെ തിരുത്താൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ അങ്ങ് അതിന് നേതൃത്വം കൊടുക്കണം. ദേവസ്വം ബോർഡിനോട് പറയണം, ഈ കമ്മിറ്റിയെ ഒരു നിമിഷം ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഈ കമ്മിറ്റിയെ പുറത്താക്കണം. സമാനമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയൊക്കെ പിരിച്ചുവിടണം. ക്ഷേത്രം വിശ്വാസികളുടേതാണ്, വിശ്വാസികളാണ് അവിടെ ഭരിക്കേണ്ടത്. കേരള ഹൈക്കോടതി നിരവധി തവണ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പല കമ്മിറ്റികളെയും പുറത്താക്കിയത് കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയാണ് മലബാർ ദേവസ്വം ബോർഡിനെ പാലക്കാടുള്ള ക്ഷേത്രത്തിന്റെ ചേർപ്പുളശ്ശേരിയിലെ ക്ഷേത്രത്തിലെ പാരമ്പര്യേതര ട്രസ്റ്റിമാരായിട്ട് ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും നേതാക്കന്മാരെ നിയോഗിച്ചപ്പോൾ ആ നിയമനം റദ്ദാക്കിയത് കേരള ഹൈക്കോടതിയാണ്. അന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു, രാഷ്ട്രീയ നേതാക്കന്മാർ ഭരിക്കേണ്ട ഇടമല്ല ക്ഷേത്രം, അത് വിശ്വാസികൾ ഭരിക്കട്ടെ എന്ന്. ആ നിലപാട് സ്വീകരിക്കാനാണ് വേണ്ടത്. അല്ലാതെ പാർട്ടി എടുത്ത തീരുമാനത്തിനനുസൃതമായി പാർട്ടി അംഗങ്ങൾ ക്ഷേത്രത്തിൽ കയറി ഭരണം പിടിച്ചടക്കുക എന്നുള്ളത് ക്ഷേത്രങ്ങളെ രക്ഷിക്കാനല്ല, തകർക്കാനാണ് എന്ന ഞങ്ങളുടെ ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഞങ്ങൾ അത് ആവർത്തിച്ചു പറയുക തന്നെ ചെയ്യും. സുരേഷ് ബാബു ആ യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിച്ചു നിന്നാൽ കണ്ണടച്ചാൽ ഇരുട്ടാവില്ല, അത് അവനവന് മാത്രമേ ഇരുട്ടാവൂ എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾ മനസ്സിലാക്കണം എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.